ഞങ്ങളിന്ന് പോകുന്നത് ആഗ്ര ജമാ മസ്ജിദിലേക്കാണ്. ആഗ്ര ജമാ മസ്ജിദിലെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. ഈ കാണുന്നത് ആഗ്ര ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരമാണ്. ആഗ്ര ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ടാണ് ആഗ്ര ജമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെ ആഗ്ര ജമാ മസ്ജിദിലേക്ക് വരാമെന്നല്ലേ? ആഗ്ര ഫോർട്ട് കണ്ടു കഴിഞ്ഞാൽ, ആഗ്ര കോട്ട കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ഓട്ടോറിക്ഷ വിളിച്ചാൽ നിങ്ങൾക്ക് ആഗ്ര ജമാ മസ്ജിദിലേക്ക് എത്താം. വളരെ കുറച്ച് ദൂരം മാത്രമാണ് ആഗ്ര കോട്ടയിൽ നിന്നും ആഗ്ര ജമാ മസ്ജിദിലേക്കുള്ളത്. അതല്ലെങ്കിൽ ആഗ്ര ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടെ നിന്നും സ്വല്പം മുന്നിലേക്ക് നടന്നാൽ ഈ ഒരു മാർക്കറ്റിൽ എത്തിച്ചേരാം. ഇതാണ് ആഗ്ര നഗരത്തിലെ പ്രശസ്തമായ കിനാരി ബസാർ. ഈ കിനാരി ബസാർ സന്ദർശിക്കാതെ ആഗ്ര സന്ദർശകരൊന്നും തിരികെ മടങ്ങാറില്ല. ആഗ്ര നഗരത്തിലെ വ്യാപാരികളുടെ ആശ്രയ കേന്ദ്രം കൂടിയാണ് കിനാരി ബസാർ. വളരെ വില കുറച്ച് ഇവിടെ നിന്നും നമുക്കും സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. ഇരുവശങ്ങളിലും ഒരുപാട് കടകൾ കാണാം. ഡ്രസ് ഐറ്റംസൊക്കെ വളരെ വിലക്കുറവിൽ മേടിക്കാം. പാൻസ് എല്ലാം തന്നെ 150 രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ തിരക്കേറിയ കിനാരു ബസാറിന് നടുവിലൂടെയാണ് നമ്മൾ ആഗ്ര ജമാ മസ്ജിദിലേക്ക് പോകുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ വെറും 150 രൂപയുള്ളൂ. 150 രൂപ മുതൽ ഇവിടെ ജാക്കറ്റുകളും അതുപോലെ തന്നെ 100 രൂപ മുതൽ ഷർട്ടുകളും എല്ലാം ലഭിക്കും. നമുക്ക് നോക്കാം. ഈ ഷൂസ് ഇതിന് 200 രൂപയാണ് വില പറയുന്നത്. 200 രൂപയുടെ ഷൂ ആണ് നമ്മൾ കാണുന്നത്. ദാ 150 രൂപയാണ്. കണ്ടില്ലേ? ജാക്കറ്റെല്ലാം വെറും 150 രൂപയാണ്. 150 റുപ്പി ഒരെണ്ണത്തിൻ്റെ വില അവർ പറയുന്നത്. ഇവിടെ നിന്ന് ഒരുപാട് വസ്തുക്കൾ നമുക്ക് മേടിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരുപാട് കരകൗശല വസ്തുക്കളുടെ കടകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ആഗ്രയിൽ വന്നാൽ നിങ്ങൾ കിനാരി ബസാർ സന്ദർശിക്കാതെ പോകരുത്. ഇവിടെ നിന്നും വളരെ വില കുറച്ച് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. ആഗ്രയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു മാർക്കറ്റ് കൂടിയാണ് കിനാരി ബസാർ. ഇവിടെ നിന്നും നിങ്ങൾക്ക് ഹോൾസെയിലായും റീറ്റെയിലായും സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. ഈ കാണുന്ന സാരിയൊക്കെ വെറും 150 രൂപയുടെയാണ്. കണ്ടോ, ഇത് 300 രൂപയുടെ പാവാടയാണ്. അതുപോലെ തന്നെ 300 മുതൽ 3000 രൂപയുടെ ഡ്രസ്സും ഇവിടെ ലഭിക്കും കേട്ടോ. ഇരുവശങ്ങളിലും ഒരുപാട് കടകൾ കാണാൻ സാധിക്കും. ഇതൊക്കെ ഹോൾസെയിൽ കടകളാണ്. ഇവിടെ റീറ്റെയിലായിട്ടും സാധനങ്ങൾ കൊടുക്കും. നമുക്ക് കിനാരി ബസാറിലെ കാഴ്ചകൾ കണ്ട് ജമാ മസ്ജിദിലേക്ക് പതിയെ നടക്കാം. ആഗ്രയിലെത്തിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണുകളും പണമടങ്ങുന്ന പേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് മോഷണത്തിൻ്റെയും പിടിച്ചുപറിയുടെയും മോശത്തരങ്ങളുടെയും ഒരു നഗരമാണ് ഇന്ന് ആഗ്ര. ഈ കാണുന്ന കിനാരി ബസാറിൽ നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചായിരിക്കണം മുന്നോട്ടുള്ള നിങ്ങളുടെ യാത്ര.
ഞങ്ങളങ്ങനെ ആഗ്ര ജമാ മസ്ജിദിൽ എത്തിയിരിക്കുകയാണ്. ഈ പടവുകൾ കയറി മുകളിലെത്തിയാൽ ജമാ മസ്ജിദിലെ മനോഹരമായ കാഴ്ചകൾ കാണാം. ഓരോ സ്റ്റെപ്പും കയറി ഇവിടെ എത്തിയാൽ ചെരുപ്പുകൾ ഇവിടെ ഊരിയിടണം. അതിനുശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മസ്ജിദ് ആഗ്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയും അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നുകൂടിയാണ്. ഷാജഹാൻ ചക്രവർത്തിയുടെയും മുംതാസ് മഹലിൻ്റെയും മൂത്ത മകളായ ജഹനാര ബീഗമാണ് ഈ മസ്ജിദ് നിർമ്മിച്ചത്. ഇതിന് മുകളിലായി മനോഹരമായ വലിയൊരു താഴികക്കുടം കാണാൻ കഴിയും. കിനാരി ബസാറിന് നടുവിലൂടെ നടന്നു വരുമ്പോൾ തന്നെ ആ മനോഹരമായ താഴികക്കുടം ദൃശ്യമാകും. ദൂരെ നിന്നുള്ള ഏതൊരു കണ്ണിനെയും ആകർഷിക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഇതിനു ചുറ്റിലുമായി ചെറിയ താഴികക്കുടങ്ങളും ഉയരമുള്ള മിനാരങ്ങളും കാണാൻ കഴിയും. പിന്നെ വിശാലമായ മുറ്റവും. കൂടെ ഇതിൻ്റെ ഗാംഭീര്യ സൗന്ദര്യം ഉയർത്തിക്കാട്ടുന്ന കൊത്തുപണികളും കാണാം. എല്ലാം കൊണ്ടും അതിമനോഹരം. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും വന്നു കാണേണ്ട ഒന്ന് തന്നെയാണ് ആഗ്രയിലെ ഈ ജമാ മസ്ജിദിൽ. നടുമുറ്റത്തിൻ്റെ ഒത്ത നടുവിലായിട്ട് വലിയൊരു ഹൗള് കാണാൻ കഴിയും. ഇവിടെ നിന്നാണ് ഒളോ ചെയ്യുന്നത്, അതായത് അംഗശുദ്ധി വരുത്തുന്നത്. മുഗൾ വാസ്തുവിദ്യയുടെ മഹത്വം പ്രതിഫലിപ്പിക്കുന്ന പേർഷ്യൻ ഇസ്ലാമിക് ശൈലികളുടെ സംയോജനം കൂടിയാണ് ഈ മസ്ജിദ്. ചുവന്ന മണൽക്കല്ലുകളിൽ വെളുത്ത മാർബിളുകൾ കൊണ്ട് തീർത്തിരിക്കുന്ന അലങ്കാരങ്ങൾ അതിമനോഹരമാണ്. കണ്ണുകളെ വളരെ കുളിർമയണിയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണിത്. നമുക്ക് മസ്ജിദിൻ്റെ ഉൾവശമൊന്ന് കാണാം. ഒട്ടും മാറ്റം കുറയ്ക്കാതെ തന്നെ ഇതിനുള്ളിലെ ഇൻറ്റീരിയറും തീർത്തിരിക്കുന്നു. മനോഹരവും പ്രൗഢഗംഭീരവുമായ ഒരു മിമ്പറും ഈ മസ്ജിദിനുള്ളിൽ കാണാൻ കഴിയും. മുഗൾ കാലഘട്ടത്തിലെ ഓരോ നിർമ്മിതിയും നമ്മെ വളരെ അത്ഭുതപ്പെടുത്തുന്നവയാണ്. ഇന്നു കാണുന്ന ആധുനിക ടെക്നോളജികൾ ഒന്നും തന്നെ ഇല്ലായിരുന്ന ആ കാലഘട്ടത്തിൽ എത്രയോ മനോഹരവും ആസൂത്രിതവുമായിട്ടാണ് അവർ ഓരോ നിർമ്മിതിയും പണിതുയർത്തിയത്. നമ്മുടെ കണ്ണുകളെ ആശ്ചര്യപ്പെടുത്തുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, അവയിൽ അതിമനോഹരമായ അലങ്കാരങ്ങളും കൊത്തുപണികളും കോട്ടകളും കൊട്ടാരങ്ങളും കൊണ്ട് വലിയ ഒരു വിസ്മയ നഗരം തന്നെ അവർ ഇന്ത്യയിൽ തീർത്തിരുന്നു. ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുഗൾ ഭരണകാലം ഇന്ത്യയുടെ ഏറ്റവും നല്ല സുവർണ കാലഘട്ടമായിരുന്നു. അന്ന് സമ്പത്ത് വളരെ കൂടുതലായിരുന്നതിനാൽ രാജ്യത്തിൻ്റെ വികസനത്തിനായി ഒരുപാട് സംഭാവനകൾ മുഗൾ ചക്രവർത്തിമാർ രാജ്യത്തിന് നൽകി. അതിൽപ്പെട്ടവയാണ് താജ്മഹലും ചെങ്കോട്ടയും ഡൽഹി ജുമാ മസ്ജിദും. ഇതെല്ലാം മുഗൾ സാമ്രാജ്യമെന്നാൽ ഇന്ത്യ മാത്രമാണെന്ന് ധരിക്കരുത്. ഇന്ത്യയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കൂടി ചേരുന്ന വിസ്തൃതമായ ഭൂവിഭാഗമായിരുന്നു മുഗൾ സാമ്രാജ്യം. മുഗൾ രാജാക്കന്മാർ നൂറ്റാണ്ടുകളോളം ഇന്ത്യൻ ഉപഭൂഖണ്ഡം അടക്കി വാണു. ഈ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ അക്ബറാണ്. അക്ബർ ചക്രവർത്തിയായിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ യഥാർത്ഥ നാമം മുഹമ്മദ് സഹീറുദ്ദീൻ എന്നായിരുന്നു. അതുപോലെ ഷാജഹാൻ ചക്രവർത്തിയുടെ നാമം മുഹമ്മദ് ഷിഹാബുദ്ദീൻ എന്നായിരുന്നു. അവസാന മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫറായിരുന്നു. അതോടുകൂടി മുഗൾ സാമ്രാജ്യത്തിന് സമ്പൂർണ്ണ അന്ത്യമായി. അവിടെ അവസാനിക്കുകയായിരുന്നു മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്.